മുടി നല്ല തിക്കായിട്ട് വളരാനും കൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടി കിളിർത്ത് വരാനും താരനുണ്ടെങ്കിൽ അത് മാറ്റാനും നമ്മുടെ ഹെയറിലെ എല്ലാ പ്രോബ്ലംസിനും, അതായത് നരച്ച മുടി ഉണ്ടെങ്കിൽ അത് കളർ ചേഞ്ച് ചെയ്യാൻ എല്ലാത്തിനും പറ്റുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ, ഒരു റെമഡിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകും. ഇത് നമുക്ക് വേണ്ടത് പേരയ്ക്കൻ്റെ ഇലയാണ്. പിന്നെ 2 ദിവസം മുമ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മളൊരു ജാർ എടുക്കുക, അതിലേക്ക് പേരയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളം കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ ഇല്ലെങ്കിൽ ചേർക്കണ്ട, കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും, താരൻ, ചൊറിച്ചൽ, മുടി കൊഴിഞ്ഞു വെച്ച മുടി കൊഴിയുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മുടി കൊഴിയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ. 2 ദിവസങ്ങൾ ഇട്ടാൽ തന്നെ നിങ്ങളുടെ ആ ഹെയർ ഫോൾ നിങ്ങൾക്ക് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ട് അത്രയ്ക്ക് നല്ല കിടിലനായിട്ടുള്ള ഒരു പാക്കും കൂടിയാണ്. ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ചാറ് മാത്രം ആക്കിയിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ തേച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള, അതായത് ഇതിൽ നമ്മൾ പേരയ്ക്കൻ്റെ ഇല ചേർത്തിട്ടുണ്ട്, പിന്നെ അലോവേര ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം ഉണ്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പേ നമ്മൾ എടുത്ത് വെച്ചിട്ട്, അത് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് വേണം. അങ്ങനെ എടുത്താൽ മാത്രമാണ് നമുക്കത് തലയിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ്, നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വേണം അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മാത്രമായിട്ട് മാറ്റാം കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാം. മേലേക്ക് ആവട്ടെ. അപ്പോൾ കുളിക്കാൻ പോകാൻ നേരത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ ഒരു പേരൻ്റെ ഇലയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ സ്കാൽപ്പ് നറേഷ് ചെയ്ത് വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെയർ ലോസ് ഉണ്ടെങ്കിൽ ഹെയർ ലോസ് തടഞ്ഞ് ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നരച്ച മുടി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു പേരൻ്റെ ഇല എന്ന് പറയുന്നത്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇലയാണ് നമ്മുടെ ഈ ഒരു പേരൻ്റെ ഇല എന്ന് പറയുന്നത്. കൂടുതൽ പേർക്ക് അറിയില്ല. ഹെയർ ലോസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ചേഞ്ചസ് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങളിത് എപ്പോഴൊക്കെയാണോ തല കഴിയുന്നത് അപ്പോഴൊക്കെ നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ചസ്, താരം പോവും. അതിനോടൊപ്പം തന്നെ ഹെയർ നന്നായി തിക്കായിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു പേരയ്ക്കൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പേരയില എന്ന് പറയുന്നത് ഹെയറിനും ഫേസിനും ബോഡിക്കൊക്കെ നന്നായിട്ട് ഒരുപോലെ നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ പേരയില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ താരൻ പോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പോകാനും എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഈ ഒരു ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യണമെന്നൊന്നും കാണിച്ചു തരുന്നില്ല, ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, നല്ല ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജ്യൂസ്, ഇതിപ്പം കണ്ടോ ഞാനിങ്ങനെ ജ്യൂസാക്കി എടുത്തിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം മാറ്റിയിട്ട് വെക്കാം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ കഴുകി കളയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ കുഴപ്പമില്ല, ജ്യൂസ് ആകുമ്പോൾ പെട്ടെന്ന് തലയ്ക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ സ്ട്രെയിറ്റനിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ അങ്ങനെ ചെയ്തിട്ടുള്ള ഹെയറാണ്, അതുകൊണ്ടാണ് താരൻ കൂടുതലായിട്ട് വന്നു കേട്ടോ. ഹെയർ ചെറുതായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ എന്തായാലും പേരയില ഹെയറിന് നല്ല ഗുണം ചെയ്യുന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു പാക്കും കൂടിയാണ്. നല്ല റിസൾട്ടും കൂടി കിട്ടും, ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യും കേട്ടോ. ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ലോറിയൽ പാരീസിൻ്റെ ഷാംപൂ ആണ് കേട്ടോ. അത് ഞാൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത്, ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് കിട്ടും. വീട്ടിലൊക്കെ പേരയിലുണ്ടെങ്കിൽ അത് വെറുതെ നിൽക്കുന്നതിനെക്കാട്ടി ഇതുപോലത്തെ ഓരോന്നൊക്കെ ചെയ്ത് നോക്കി നമുക്ക് ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹെയർ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ സ്മൂത്ത് ആക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ സ്മൂത്ത് ആക്കുക സിൽക്കി ആക്കുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഹെയർ വാഷ് ചെയ്താൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷേ ഹെയറിന് വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റമൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ഹെയറിൻ്റെ നമുക്ക് താരം കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വയ്ക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും തലയിൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലത്തെ പാക്കുകൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചാൽ ചിലർക്കൊക്കെ ജലദോഷം അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഡോക്ടർ ഈ ഒരു പേരലിൻ്റെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പേരല യൂസ് ചെയ്തിട്ട് ഫേസിൽ പിമ്പിൾസ് മാറാനും ഫേസിലുണ്ടാകുന്ന കരിമംഗല്യം, അതുപോലെ തന്നെ പാടുകൾ, ചുളിവുകൾ ഇതൊക്കെ മാറ്റാനും പേരക്കേൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. നല്ല എഫക്റ്റീവ് ആയതാണ്. നമുക്ക് ഒരു യൂസിൽ തന്നെ നല്ല സ്കിൻ സോഫ്റ്റ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. മസ്റ്റായിട്ട് അതൊന്ന് കണ്ടു നോക്കൂ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതെനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ പേരലിൻ്റെ ഇതാരും പറഞ്ഞതല്ല, ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.